ഇല്ലാത്ത മോഷണത്തിന്റെ പേരിൽ തിരുവനന്തപുരം പേരൂർക്കടയിൽ വീട്ടുജോലിക്കാരിയായ ദളിത് സ്ത്രീക്ക് പോലീസിന്റെ മാനസിക പീഡനം. സ്വർണ്ണമാല കാണാനില്ല എന്ന പരാതിയിൽ നെടുമങ്ങാട് സ്വദേശി ആർ ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി അപമാനിക്കുകയായിരുന്നു. കാണാതായ സ്വർണ്ണമാല അതേ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും പോലീസ് എഫ്ഐആർ ഇതുവരെ റദ്ദാക്കിയിട്ടില്ല. സംഭവത്തിൽ വ്യാപക വിമർശനം ഉയർന്നതോടെ പേരൂർക്കട സ്റ്റേഷനിലെ SI SD പ്രസാദിനെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കുകയാണ് സർക്കാർ. ബിന്ദു നേരിട്ട ക്രൂരതയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ആ സംഭവ വികാസങ്ങളിലേക്കാണ് ഇനി ഹോട്ട് ന്യൂസ് കടക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 23-നാണ് നെടുമങ്ങാട് ചുള്ളിമാനൂർ സ്വദേശിയായ ബിന്ദുവിന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ കോൾ ലഭിക്കുന്നത്. നിങ്ങൾ മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു വീട്ടിൽ നിന്ന് സ്വർണം മോഷണം പോയെന്നും അതിൽ ഇവരെ സംശയമുണ്ടെന്നും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നുമായിരുന്നു നിർദ്ദേശം. പോലീസിൻ്റെ നിർദ്ദേശമനുസരിച്ച് അന്ന് ഉച്ചയ്ക്ക് 3:30-ഓടെ ബിന്ദു പേരൂർക്കട സ്റ്റേഷനിൽ ഹാജരായി. അപ്പോൾ ഞാൻ ചെന്ത് സാറത് ചോദിച്ചു. അത് ഇവരെ 2.5 പവൻ്റെ മാല കണ്ടില്ല, അത് ബിന്ദുവാണ് എടുത്തത്. ബിന്ദു തിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ആരെയും മാല ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ തന്നെ SI വേറെ ഒരു വനിതയെ വിളിച്ചിട്ട് എന്നെ റൂമിൽ കൊണ്ടുപോയി. എൻ്റെ ടോപ്പെല്ലാം മാറ്റിയിട്ട് എന്നെ പരിശോധിച്ചു, എൻ്റെ ബാഗെല്ലാം പരിശോധിച്ചു. എൻ്റെ മാല കിട്ടിയില്ല. പേരൂർക്കട സ്വദേശി ഓമന ഡാനിയൽ എന്ന ആളുടെ പരാതിയിലാണ് ബിന്ദുവിനെ സ്റ്റേഷനിൽ വിളിപ്പിച്ചത്. ഇവരാകെ അവിടെ ജോലി ചെയ്തിരുന്നത് 3 ദിവസം, ഏപ്രിൽ 16, 14, 19. ഈ തീയതികളിൽ ഒഴികെ ബിന്ദു ഇവിടെ പോയിട്ടേയില്ല. എങ്കിലും ഇവരെ സംശയിച്ചു. പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. വീട്ടിൽ പോയി പരിശോധിച്ചു. ഒരു തെളിവും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നിട്ടും 20 മണിക്കൂർ ഇവരെ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചു. ഞാൻ തന്നെയാണ് മോട്ടിച്ചെന്നുള്ള ഒരു ഇതിലാണ് അവരെ പെരുമാറ്റം എനിക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അത് ഉറപ്പിച്ച് തന്നെയായിരുന്നു അവർ സംസാരിച്ചത്. അതുകൊണ്ടാണ് ഇവർ എവിടെയാണ് സ്വർണ്ണം ഒളിപ്പിച്ചത് അങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. അങ്ങനെയൊക്കെയാണ് ആൾക്ക് കൊടുത്തു. സ്വർണം താൻ എടുത്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും പോലീസ് വളരെ മോശമായാണ് പെരുമാറിയതെന്ന് ബിന്ദു ആരോപിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 3 പുരുഷ പോലീസുകാർ. കേസ് അന്വേഷിക്കുന്ന SI അടക്കമുള്ളവർക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ബിന്ദു ഉന്നയിക്കുന്നത്. ഒടുവിൽ പിറ്റേന്ന് പരാതിക്കാരി തന്നെ സ്വർണം വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്ന് വിളിച്ചു പറഞ്ഞതോടെയാണ് 11:30-ഓടെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കാൻ പോലീസ് തീരുമാനിക്കുന്നത്. SI പറഞ്ഞ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചു പറയുന്നത്. നീ ഈ കവടിയാറോ ഈ അമ്പലമുക്കിലോ ഈ ഭാഗത്തെ കണ്ടുപോയി എവിടെയെങ്കിലും നാട് വിട്ടു പോയിക്കൊള്ളുന്നു. നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയെ, 2 പെൺകുട്ടികളുടെ അമ്മയെ കള്ളിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ച പോലീസിൻ്റെ നടപടി ചോദ്യം ചെയ്യപ്പെട്ടതോടെ നടപടിയുണ്ടായി. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ, മറ്റു 2 പേർക്കെതിരെ അന്വേഷണം. പക്ഷേ ഇത് മതിയോ? ഒരു സാധാരണക്കാരി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട കൊടിയ മാനസിക പീഡനത്തിന് സർക്കാരിന് എന്താണ് മറുപടി പറയാനുള്ളത്? തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. SIക്കെതിരെ മാത്രമല്ല 2 പോലീസുകാർക്കെതിരെ കൂടി നടപടി വേണം എന്നുള്ള ആവശ്യമാണ് ബിന്ദു ഉയർത്തുന്നത്. നിരന്തരം അവർ പല ഇടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിച്ചിട്ടും അവർക്ക് നീതി ലഭിച്ചില്ല. അതിന് പിന്നാലെ അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. എന്തായാലും വലിയ നടുക്കമാണ് ആ വെളിപ്പെടുത്തൽ നമുക്കുണ്ടാക്കിയത്. കർശനമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകട്ടെ.